ഈ വെല്ലുവിളി ഞാൻ ചോദിച്ചിട്ട് 10 കൊല്ലത്തിലധികമായി. 10 കൊല്ലത്തിലധികമായി. ഇന്നും എന്റെ ചോദ്യം അന്തരീക്ഷത്ത് ഉത്തരമില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്നു. ഒരു മൗലവിയും അതിനെ ഇന്നേ വരെ തൊട്ടിട്ടില്ല. എന്താ വെല്ലുവിളി? ഇവിടെയും ഞാൻ ആവർത്തിക്കുകയാണ് ആ ചോദ്യം. അമ്പിയാക്കളോ ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ അവരുടെ ഖബറിന്റെ അരികിൽ വന്ന് അവരെ ദർഗന്റെ അരികിൽ വന്നിട്ട് അവിടെ ദുആ നടത്തുന്നത് ശിർക്കാണെന്ന് എഴുതി വെച്ച ഏതെങ്കിലും ഒറ്റ ഇമാമിന്റെ കിതാബ് കാണിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കേവലം ഷാഫി മദ്ഹബിലെ ഒരൊറ്റ ഇമാമിന്റെ കിതാബ് കാണിച്ചു തന്നാൽ എന്റെ വീടും എന്റെ പറമ്പും ഞാൻ താമസിക്കുന്ന എന്റെ പുരയും നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എന്ത് പറഞ്ഞോ ആ നിർവചന പ്രകാരം ഈ സുന്നികളാകണ ഞങ്ങൾ ചെയ്യുന്ന കാര്യം ശിർക്കാന്ന് തെളിയിക്കാൻ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സഹിക്കൂല. അതിനെ കേൾക്കണ്ടേ? നിങ്ങൾ എന്റെ തെളിയിക്കും. ഇബ്നു തൈമിയ്യയുടെ മാറ്റി എന്തായാലും നിങ്ങൾക്ക് അത് കാര്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ തുടങ്ങിയോണ്ട് നമ്മളത് പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മൾ ആ വിഷയം തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നേരത്തെ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞു ഷഫാഅത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ കിതാബ് താഴെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ കിതാബ് എടുക്കാം. ഇനി എന്നോട് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, ഏത് പ്രാമാണിക പണ്ഡിതനാണ് പറഞ്ഞത് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന്? ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതനാണ്? നിങ്ങൾ ചോദിച്ചു ആരാ പറഞ്ഞത്? അഹ്ലുസുന്നയുടെ പണ്ഡിതൻ, ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം മഖ്രിസി റഹിമഹുല്ലാഹ് അഷ്ശാഫി അദ്ദേഹത്തിന്റെ തജ്രീദ് തൗഹീദിൽ പറയുകയാണ്, വന്നാസു ഫി ഹാദൽ ബാബി, ജനങ്ങൾ ഈ വിഷയത്തിൽ അനി സിയാറത്തുൽ ഖുബൂരി, ഖബർ അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഖബർ സന്ദർശിക്കുന്ന വിഷയത്തിൽ സലാസത്തു അഖ്സാം, 3 വിഭാഗമാണുള്ളത്. ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖൗമുൻ യസൂറൂനൽ മൗത, ചില ആളുകൾ മരിച്ച ആളുകളെ സന്ദർശിക്കും, ഫയദഊന ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അഥവാ അത് സലഫികളാണ്. വഹാദിഹി ഹിയ സിയാറത്തു ശർഇയ്യ, അത് ശർഇയ്യായ സിയാറത്താണ്. ഖബർ സന്ദർശിക്കുക, മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ എന്നിത്യാദി പ്രാർത്ഥന. വഖൗമുൻ യസൂറൂനഹും, ചില ആളുകൾ സന്ദർശിക്കും, യദഊന ബിഹിം, അവരോട് പ്രാർത്ഥിക്കും. വഹാഉലായി ഹുമുൽ മുശ്രികൂൻ, ഇവർ മുശ്രിക്കീങ്ങളാണ്. വജഹലത്തുൽ അവാമി വത്തഗാമി മിൻ ഗുലാത്തിഹിം, അതിര് കടന്നു പോയ സാധാരണക്കാരായ ആളുകളാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് സാധാരണക്കാരായ ആളുകളെ. 3ാമത്തെ വിഭാഗം വഖൗമുൻ യസൂറൂനഹും, ചില ആളുകൾ അവർ ഖബർ സന്ദർശിക്കും, ഫയദഊനഹും അൻഫുസുഹും, അവരോട് തന്നെ പ്രാർത്ഥിക്കും. വഖദ് ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹു എന്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ. വഹാഉലായി ഹുമുൽ മുശ്രികൂന ഫിർ റുബൂബിയ്യ, ഇവർ റുബൂബിയ്യത്തിൽ ശിർക്ക് വെക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ പണ്ഡിതൻ പറയുന്നു എന്ത് ഖബർ സന്ദർശിക്കുകയും എന്നിട്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകൾ മുശ്രിക്കീങ്ങളാണ്. ഇതാണ് ഞങ്ങൾക്ക് ഉസ്താദിന്റെ 1ാമത്തെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി. അത് കാണിയിട്ടാണ് നമ്മൾ കാണാത്തൊരുപാടുണ്ട്. ഹക്കൻ ലോകത്തിലെ എല്ലാ കിതാബും കണ്ടെന്ന് വാദമല്ല. അതാണ് നിങ്ങൾ നമ്മൾ വ്യത്യാസം.